മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യം പാർട്ടിക്കും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനും ഒക്കെ അനുകൂലമാണെന്നും മൂന്നാമത്തെ തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരാനും മുഖ്യമന്ത്രിയായി ഇരിക്കാനും ഏറ്റവും അനുയോജ്യമായ ഘടകം അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമല്ലേ? അത് നമുക്ക് ഒരു 20 മണ്ഡലങ്ങളാണ് അത് വിധി നിശ്ചയിക്കുന്നത് അങ്ങോട്ട്. കാരണം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16,000-ൽ താഴെ വോട്ടുകളുള്ള വോട്ടിന് CPM ജയിച്ചിട്ടുള്ള 20ഓളം മണ്ഡലങ്ങളുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ മതി. ഒരുപാട് മണ്ഡലങ്ങളുണ്ട് ഇപ്പോൾ 16,000-ൽ താഴെ ജയിച്ചിട്ടുള്ള. ആ മണ്ഡലങ്ങളിലേക്ക് സ്ഥിതിവിശേഷത്തിനനുസരിച്ചിരിക്കും തുടർഭരണ സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ മണ്ഡലങ്ങൾ വേണമെങ്കിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാവുന്നതാണ്. ഇപ്പോൾ ചേർത്തല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുണ്ടല്ലോ, പല മണ്ഡലങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ 10,000-ൽ താഴെ വോട്ടുകൾക്കാണ് CPM ജയിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രത്തിന്റെ ഫലമായി അദ്ദേഹം ആൾക്കാരെ പറഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ PV അൻവറിനെ പറഞ്ഞിട്ടുണ്ടാവാം, നമ്മുടെ ഇപ്പൊ G സുധാകരനെ പറഞ്ഞിട്ടുണ്ടാവാം. ഇവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ? G സുധാകരനൊക്കെ അമ്പലപ്പുഴയിൽ ഉറപ്പായിട്ടും ജയിക്കുകയാണല്ലോ. കാരണം അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹം വിളിച്ച ഈ ചെറ്റപ്രയോഗം അത് സ്വാഭാവികമായിട്ടും CPM-ന്റെ നേതാക്കൾ നടത്തുന്നതാണല്ലോ. MV ഗോവിന്ദനൊക്കെ തന്നെ ഒരിക്കലും ഒരു മൈക്ക് ഹാൻഡിൽ ചെയ്യുന്ന അത് പറഞ്ഞപ്പോഴാണ് ഈ പിണറായിയുടെ അതേ രാഷ്ട്രീയം MV ഗോവിന്ദൻ അത് മൈക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയോട് കൈ തട്ടി മാറ്റുകയല്ലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. MV ഗോവിന്ദനൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അജണ്ട ആയിരിക്കാം അത്. VS അച്യുതാനന്ദനൊക്കെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത്, അസഭ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സിന്ധു ജോയിയെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്.